അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, പ്രഭാഷകൻ 30:23 ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനകമാണ്. അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. എന്നോട് ഈ അടുത്ത് ഒരു വ്യക്തി ചോദിച്ചു, സാഹചര്യങ്ങൾ മോശമായിട്ടാണ് ചുറ്റും കാണുന്നത്, അച്ഛൻ വളരെ സന്തോഷത്തിലാണല്ലോ, ഇതെങ്ങനെ സാധിക്കുന്നു? ഞാൻ പറഞ്ഞത് വചനദീപ്തിയാണ്. എന്ത് ദുഃഖങ്ങളും ഏത് സങ്കടങ്ങളും സങ്കോചസ്ഥിതികളും നമ്മൾ വലയം ചെയ്താലും അങ്ങനെ ദുഃഖിച്ചിരിക്കാൻ ഞാനില്ല. കാരണം എൻ്റെ കർത്താവ് പാപത്തിൻ്റെ മേൽ, മരണത്തിൻ്റെ മേൽ, ശാപത്തിൻ്റെ മേൽ, സാത്താൻ്റെ മേൽ വിജയം വരിച്ചു. അതെങ്ങനെയാണ് വിജയം വരിച്ചത്? പാടുപീഡകളുടെ ഒരു പെസഹ അനുഭവിച്ചു, കടന്നുപോകൽ. ദുഃഖങ്ങളും വിലാപങ്ങളും മാത്രമായി ഒരു ദുഃഖവെള്ളിയാഴ്ച മെനഞ്ഞു വെച്ചവനല്ല ക്രിസ്തു. ദുഃഖവെള്ളിയാഴ്ചയിലൂടെ കടന്നു. ദുഃഖമുണ്ടായി, പക്ഷെ ദുഃഖിച്ചിരുന്നിട്ട് നശിക്കാനിടയാകാത്ത വിധം മഹത്വത്തിലേക്ക് ദുഃഖത്തെ, വേദനകളെ, സഹനങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിവുള്ളവനായിരുന്നു ക്രിസ്തു. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹനങ്ങൾ, വേദനകൾ അത് കാരണം കൂടാതെ വന്നു ഭവിക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ച് എന്തിനും നമ്മൾ വിഷമിക്കണേ, ഇതിന് നമ്മൾ ദുഃഖിച്ചിരിക്കണത്? ദുഃഖം തള്ളിക്കളഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വപൂർണ്ണമായ സമ്പന്നമായ ആ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിലൂടെ, അവിടുത്തെ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നമ്മൾ ആവാഹിച്ച് ആസ്വദിച്ച് നീങ്ങിയാൽ, ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ആകയാൽ ദുഃഖം അനേകർ നശിപ്പിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ദുഃഖത്താൽ നശിച്ചു പോകാതെ, പ്രയോജനരഹിതമായ ദുഃഖത്തിൽ പൂണ്ടു പോകാതെ, മഹത്വത്തിൻ്റെ നാളുകളെക്കുറിച്ച് ധ്യാനിച്ച് ഇപ്പോൾ കടന്നു പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സഹനങ്ങൾ വരുമ്പോൾ ദൈവം അത് കാണുന്നു, അറിയുന്നു, അനുവദിക്കുന്നു. നമ്മുടെ ഏത് സഹനങ്ങളും അങ്ങനെയാണ്. ദൈവം കാണുന്നുണ്ട്, ദൈവം അത് അറിയുന്നുണ്ട്, ദൈവം അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പേടിയും പേടിക്കാതെ ധൈര്യമായിട്ട് സഹനങ്ങളെ മാടി വിളിച്ച് കടന്നുപോയി ഉത്തിതമായ ഒരു ഈസ്റ്റർ അനുഭവത്തിലേക്ക് നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.